ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റോസി ജിജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മഷ്റൂം തീയലാണ് ഉണ്ടാക്കുന്നത്, കൂൺ തീയൽ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ബട്ടൺ മഷ്റൂം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു തേങ്ങയുടെ പകുതി ചിരവി എടുത്ത് അതിനെ നല്ലതുപോലൊന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് റോസ്റ്റ് ആയി കഴിഞ്ഞ് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒത്തിരി നേരം വെക്കരുത്, കരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഒരു പാൻ വെച്ച് തേങ്ങയുടെ കൊത്ത് നല്ലതുപോലൊന്ന് ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്കിതിനകത്തിലോട്ട് 3-4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ശകലം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു സവാളയും അരിഞ്ഞത് നല്ലതുപോലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തൊരു ധാരാളം വെള്ളമുണ്ട്. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടോ? ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റണം. അപ്പോൾ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അരപ്പ് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. ഇത് ഇതിനകത്തിലോട്ടിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അതിന് കഴിഞ്ഞ് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിന് പുളിക്ക് വേണ്ടി ഞാനിടുന്നത് 1 തക്കാളിയാണ്. സാധാരണ പിഴുപുളിയാണ് എല്ലാവരും ചേർക്കുന്നത്. പിഴുപുളി വേണ്ടവർക്ക് പിഴുപുളി ചേർക്കാം. ഞാനിവിടെ തക്കാളിയാണ് ചേർക്കുന്നത്. ഞങ്ങൾക്ക് പുളി എത്ര ചേർക്കുന്നത് ഇഷ്ടമല്ല. നമുക്കിനി 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അടച്ചു വെച്ച് കഴിഞ്ഞു. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കടുക് വറുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ജീരകവും പൊട്ടിക്കഴിഞ്ഞ് ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയും ചേർത്ത് ശകലം കരിയാപ്പിലയൂടെ ചേർത്ത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് നമുക്ക് ഈ തീയലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.